ബിൽഡിംഗ് മെറ്റീരിയലിലെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത് മോട്ടാറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം മോട്ടാറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എ പേസ്റ്റ് ഫോംഡ് ബൈ ദി അഡീഷൻ ഓഫ് വാട്ടർ ടു എ മിക്സ്ചർ കമ്പോസ്ഡ് ഓഫ് ആൻ അഗ്രിഗേറ്റ് സച്ച് ആസ് സാൻഡ് ഓർ ബൈൻഡിങ് മെറ്റീരിയൽ ലൈക്ക് സിമൻറ്റ് ഓർ ലൈം ഈസ് കോൾഡ് മോട്ടാർ. ഓക്കെ, അപ്പം മോട്ടാർ എന്ന് പറയുന്നത് ഒരു പേസ്റ്റ് ഫോമാണെന്ന് പറഞ്ഞു അല്ലേ. എന്തിൻ്റെ പേസ്റ്റ് ഫോമാണ്? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയൽ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ടൈപ്പ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു, ലൈമും സിമൻറ്റും. ഓക്കെ, അതായത് ലൈം ഒരു ബൈൻഡിങ് മെറ്റീരിയലാണെന്ന് നമ്മൾ പഠിച്ചു, അതേപോലെ സിമൻറ്റ് മറ്റൊരു ബൈൻഡിങ് മെറ്റീരിയലാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ബൈൻഡിങ് മെറ്റീരിയൽ, അത് ലൈം ആവാം അല്ലെങ്കിൽ സിമൻ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയലും അതിൻ്റെ കൂടെ സാൻഡ്, ഓക്കെ, അതിൻ്റെ കൂടെ സാൻഡും പ്ലസ് വാട്ടർ, ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ വാട്ടറും കൂടെ ആഡ് ചെയ്ത് നിർമ്മിക്കുന്ന ഒരു പേസ്റ്റ് ഫോമിനെയാണ് മോട്ടാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയലും പ്ലസ് വാട്ടർ പ്ലസ് അഗ്രിഗേറ്റ് സാൻഡ്, ഓക്കെ, ഇവ മൂന്നും മിക്സ് ചെയ്ത് നിർമ്മിക്കുന്ന ഒരു പേസ്റ്റ് ഫോമിനെയാണ് മോട്ടാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാറാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാർ. അപ്പോൾ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മോട്ടാർ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ, സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ആപ്ലിക്കേഷൻ, തേർഡ് വൺ ബൾക്ക് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ. അപ്പോൾ കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മോട്ടാർ നിർമ്മിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏത് ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയൽ ആണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ലൈം മോട്ടാർ. ഓക്കെ, അപ്പം നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം ഏത് ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയൽ ആണോ ചേർത്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓരോ മോട്ടാറിനും പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈം മോട്ടാർ. അപ്പം ലൈം മോട്ടാർ എന്ന് പറയുന്നത് യൂസ്ഡ് ആസ് ബൈൻഡിങ് മെറ്റീരിയൽ മെയിൻലി ഫാറ്റ് ലൈം ഓർ ഹൈഡ്രോളിക് ലൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാറ്റ് ലൈമോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലൈമോ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മോട്ടാറാണ് ലൈം മോട്ടാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം മോട്ടാറിൽ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാറ്റ് ലൈമിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ലൈമാണ്. ഓക്കെ, ഫാറ്റ് ലൈം നമ്മൾ വൈറ്റ് വാഷിങ്ങിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്, പക്ഷേ ഹൈഡ്രോളിക് ലൈമാണ് നമ്മൾ കൂടുതലും മോട്ടാർ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് സുർക്കി മോട്ടാർ. അപ്പോൾ സുർക്കി എന്ന് പറയുന്നത് ബേൺഡ് ബ്രിക്സിൻ്റെ പൗഡറിനെയാണ്. ഓക്കെ, അപ്പോൾ സുർക്കി എന്ന് പറയുന്നത് നമ്മൾ ബ്രിക്സ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേൺഡ് ബ്രിക്സിൻ്റെ പൗഡറിനെയാണ് സുർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സുർക്കി മോട്ടാറിനെ കുറിച്ച് നോക്കാം. പൗഡർ ഫോം ഓഫ് ബേൺഡ് ബ്രിക്ക് യൂസ്ഡ് ഫോർ ഓർഡിനറി മാസണറി വർക്ക് ഓഫ് ഓൾ കൈൻഡ് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അപ്പം സുർക്കി മോട്ടാർ എന്ന് പറയുന്നത് ബേൺഡ് ബ്രിക്സ് പൗഡർ ഉപയോഗിച്ച്, ഓക്കെ, അപ്പോൾ ബേൺഡ് ബ്രിക്സ് പൗഡർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു മോട്ടാറിനെയാണ് നമ്മൾ സുർക്കി മോട്ടാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബൈൻഡിങ് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? സുർക്കി ആയിരിക്കും ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് പോയിൻറ്റിങ് വർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പ്ലാസ്റ്ററിങ്ങിനും പോയിൻറ്റിങ് വർക്കിനും ഉപയോഗിക്കാത്ത മോട്ടാർ ഏതാണ്? അത് നമ്മുടെ സുർക്കി മോട്ടാർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സുർക്കി എന്താണെന്നുള്ളത് ആദ്യം ഓർത്ത് വെക്കണം നിങ്ങൾ. സുർക്കി എന്ന് പറയുന്നത് ബേൺഡ് ബ്രിക്സ് പൗഡറിനെയാണ് സുർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സുർക്കി ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള മോട്ടാറിനെയാണ് നമ്മൾ സുർക്കി മോട്ടാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സിമൻറ്റ് മോട്ടാർ. അപ്പോൾ സിമൻറ്റ് മോട്ടാർ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? സിമൻറ്റ് ഈസ് യൂസ്ഡ് ആസ് ബൈൻഡിങ് മെറ്റീരിയൽ. അതായത്
സിമൻ്റ് ഒരു ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ, അതായത് സിമൻറ്റിനെ നമ്മളൊരു ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മോട്ടാറിനെയാണ് സിമൻറ്റ് മോട്ടാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ വർക്കുകൾക്കും ഉപയോഗിക്കുന്ന ഒരു മോട്ടാറാണ് സിമൻറ്റ് മോട്ടാർ. നെക്സ്റ്റ് വൺ ജിപ്സം മോട്ടാർ. അപ്പം ജിപ്സം മോട്ടാർ എന്ന് പറയുമ്പം ജിപ്സം ഈസ് യൂസ്ഡ് ആസ് ബൈൻഡിങ് മെറ്റീരിയൽ. അപ്പോൾ ഇത്തരം മോട്ടാറിൽ ജിപ്സമാണ് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജിപ്സം മോട്ടാർ പ്ലാസ്റ്ററിങ്ങിനൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്ലാസ്റ്ററിങ്ങിനാണ് ജിപ്സം മോട്ടാർ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ഗേജ്ഡ് മോട്ടാറാണ്. ഓക്കെ, അപ്പം ഗേജ്ഡ് മോട്ടാർ എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ലൈം മോട്ടാർ ആൻഡ് ടു അച്ചീവ് എയർലി സ്ട്രെങ്ത് ദി സിമെൻറ്റ് ഈസ് സംടൈംസ് ആഡഡ് ടു ഇറ്റ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഗേജിങ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലൈം സിമെൻറ്റ് മോട്ടാർ ഓർ കോമ്പോസിറ്റ് മോട്ടാർ. ഓക്കെ, അതായത് ഗേജ്ഡ് മോട്ടാറിനെ നമുക്ക് ലൈം സിമെൻറ്റ് മോട്ടാർ എന്നോ കോമ്പോസിറ്റ് മോട്ടാർ എന്നോ വിളിക്കാം. ഓക്കെ, അതായത് ഗേജ്ഡ് മോട്ടാറിൻ്റെ അതർ നെയിമുകളാണ് ലൈം സിമെൻറ്റ് മോട്ടാർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് മോട്ടാർ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഗേജ്ഡ് മോട്ടാർ എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഗേജ്ഡ് മോട്ടാർ എന്ന് പറയുന്നത് നമുക്കറിയാം ലൈമിനേക്കാളും പെട്ടെന്ന് സ്ട്രെങ്ത് ആകുന്ന ഒരു ബൈൻഡിങ് മെറ്റീരിയലാണ് സിമൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ചില വർക്കുകൾക്ക് വേണ്ടി നമ്മൾ ലൈം മോട്ടാറിലേക്ക് അതിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അതായത് ലൈം മോട്ടാറിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് നമ്മൾ സിമൻറ്റും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ സിമൻറ്റും കൂടെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗേജിങ്. ഇങ്ങനെ നിർമ്മിക്കുന്ന മോട്ടാറിന് പറയുന്ന പേരാണ് ഗേജ്ഡ് മോട്ടാർ. ഓക്കെ, അപ്പോൾ അതായത് നെക്സ്റ്റ് ഒന്നുമില്ല, അതായത് നമ്മൾ ലൈം മോട്ടാറിലേക്ക് സ്മോൾ ക്വാണ്ടിറ്റി സിമൻറ്റും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ഗേജിങ് എന്നും നിർമ്മിക്കുന്ന മോട്ടാറിനെ ഗേജ്ഡ് മോട്ടാർ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതർ നെയിമുകൾ പഠിച്ചു വെക്കുക, അങ്ങനെയും ഓപ്ഷനിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയലിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പം ലൈം മോട്ടാർ, സുർക്കി മോട്ടാർ, സിമൻറ്റ് മോട്ടാർ, ജിപ്സം മോട്ടാർ ആൻഡ് ഗേജ്ഡ് മോട്ടാർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ മോട്ടാറിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്രിക്ക് ലേയിങ് മോട്ടാർ, സെക്കൻഡ് വൺ ഫിനിഷിംഗ് മോട്ടാർ. ഓക്കെ, അപ്പം ബ്രിക്ക് ലേയിങ് മോട്ടാർ എന്ന് പറയുന്നത് നമ്മൾ ബ്രിക്ക് വർക്കിന് വേണ്ടി അതായത് ബ്രിക്ക് വർക്കിന് വേണ്ടിയും വാൾസിന് വേണ്ടിയും ഉപയോഗിക്കുന്ന മോട്ടാറുകളെയാണ് ബ്രിക്ക് ലേയിങ് മോട്ടാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിനിഷിംഗ് മോട്ടാർ എന്ന് പറയുന്നത് നമ്മൾ ദിസ് ഇൻക്ലൂഡ് കോമൺ പ്ലാസ്റ്ററിങ് വർക്ക് ആൻഡ് ഡെവലപ്പിംഗ് ആർക്കിടെക്ചറൽ ഓർ ഓർണമെൻ്റൽ എഫക്റ്റ്. ഓക്കെ, അതായത് ഫിനിഷിംഗ് മോട്ടാർ എന്ന് പറയുന്നത് പ്ലാസ്റ്ററിങ് വർക്കിനും നമ്മൾ അതേപോലെ ഓരോ ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ ഓരോ ഓർണമെൻ്റൽ വർക്കിനൊക്കെ വേണ്ടി കൊടുക്കുന്ന മോട്ടാറുകളെയാണ് ഫിനിഷിംഗ് മോട്ടാർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ചിലപ്പം എന്തെങ്കിലും മൗൾഡൊക്കെ ആയിട്ട് ഒരു വാളിൻ്റെ ടോപ്പ് സർഫസിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കോപ്പിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു കോപ്പിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? വാളിൻ്റെ മുകളിൽ കൊടുക്കുന്ന കോപ്പിംഗ്, കോർണിസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? വാളിൽ കൊടുക്കുന്ന ഓർണമെൻ്റൽ വർക്കുകളാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഓർണമെൻ്റൽ വർക്കുകൾക്കും പ്ലാസ്റ്ററിങ് വർക്കിനും ഉപയോഗിക്കുന്ന മോട്ടാറുകളെയാണ് ഫിനിഷിംഗ് മോട്ടാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ആപ്ലിക്കേഷനിൽ 2 ടൈപ്പ് മോട്ടാറുകളാണ് വരുന്നത്, ബ്രിക്ക് ലേയിങ് മോട്ടാറും നെക്സ്റ്റ് വൺ ഫിനിഷിംഗ് മോട്ടാറും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബൾക്ക് ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ബൾക്ക് ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ 2 ടൈപ്പ് മോട്ടാറുകളുണ്ട്, ഹെവി മോട്ടാറും ലൈറ്റ് വെയ്റ്റ് മോട്ടാറും. ഓക്കെ, അതായത് മോട്ടാറിൻ്റെ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെവി മോട്ടാർ എന്ന് പറയുന്നത് ബൾക്ക് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ 15 kN/m³. ഓക്കെ, അതായത് ഒരു മോട്ടാറിൻ്റെ ബൾക്ക് ഡെൻസിറ്റി 15 kN/m³ കൂടുതലാണെങ്കിൽ അത്തരം മോട്ടാറിനെ വിളിക്കുന്ന പേരാണ് ഹെവി മോട്ടാർ. ഓക്കെ, നെക്സ്റ്റ് ലൈറ്റ് വെയ്റ്റ് മോട്ടാർ. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് മോട്ടാർ എന്ന് പറയുന്നത് ബൾക്ക് ഡെൻസിറ്റി ലെസ് ദാൻ 15 kN/m³. അതായത് ഒരു മോട്ടാറിൻ്റെ
ബൾക്ക് ഡെൻസിറ്റി 15 kN/m³ താഴെയാണ് വരുന്നതെങ്കിൽ അത്തരം മോട്ടാറിനെ ലൈറ്റ് വെയ്റ്റ് മോട്ടാർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാറിൽ നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെലക്ഷൻ ഓഫ് മോട്ടാർസ് ഫോർ ഡിഫറെൻറ്റ് എൻജിനീയറിംഗ് വർക്ക്സ്. ഓക്കെ, അപ്പോൾ മോട്ടാർ നമ്മൾ ഓരോ പ്രൊപ്പോർഷൻ പറയും അല്ലേ. നമ്മൾ 1:2 1:3 എന്നൊക്കെ നമ്മൾ ഓരോ പ്രൊപ്പോർഷൻ പറയും അല്ലേ. അപ്പോൾ നമുക്കറിയാം 1 എന്ന് പറയുന്നത് എന്താണ്, സിമൻറ്റും, 2 എന്ന് പറയുന്നത് സാൻഡുമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓരോ വർക്കിനും ഓരോ സ്പെസിഫിക്കേഷനിലുള്ള മോട്ടാറുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ വർക്കിൻ്റെയും മോട്ടാറിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വർക്ക് പറയുന്നത് ബ്രിക്ക് വർക്ക് ഇൻ ആർച്ചസ് പ്ലാസ്റ്ററിങ് ഇൻസൈഡ് ഓഫ് വാൾസ്. ഓക്കെ, അപ്പം ബ്രിക്ക് കൊണ്ട് നിർമ്മിക്കുന്ന ആർച്ചിൻ്റെയും പ്ലാസ്റ്ററിങ് ഇൻസൈഡ് ഓഫ് വാൾ, അതായത് നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പ്ലാസ്റ്ററിങ് വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടാറിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് സിമൻറ്റ് മോട്ടാർ 1:5 to 1:6 ആണ്. ഓക്കെ, അപ്പം നമ്മൾ പ്ലാസ്റ്ററിങ് ഇൻസൈഡ് ഓഫ് വാൾസിനും ബ്രിക്ക് വർക്ക് ഇൻ ആർച്ചസിനും ഉപയോഗിക്കുന്ന പ്രൊപ്പോർഷൻ സിമൻറ്റ് മോട്ടാർ 1:5 to 1:6 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റിങ് വർക്ക്. ഓക്കെ, അപ്പോൾ പോയിൻറ്റിങ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫിനിഷിംഗ് വർക്ക്, അതായത് നമ്മളൊരു മാസൺറി ഒക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ഒരു മാസൺറീൻ്റെ മുകളിൽ ചെയ്യുന്നൊരു ഫിനിഷിംഗ് വർക്കിനെയാണ് പോയിൻറ്റിങ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയിൻറ്റിങ് വർക്കിൻ്റെ പ്രൊപ്പോർഷൻ സിമൻറ്റ് മോട്ടാർ 1:1 to 1:2. ഓക്കെ, 1:1 to 1:2 ആണ് പോയിൻറ്റിങ് വർക്കിൻ്റെ സിമൻറ്റ് മോട്ടാർ പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് വൺ റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക്. ഓക്കെ, അപ്പം നമ്മൾ കമ്പി ഉപയോഗിച്ചിട്ടുള്ള ബ്രിക്ക് വർക്ക്. ഓക്കെ, അതായത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള ബ്രിക്ക് വർക്കിൻ്റെ പ്രൊപ്പോർഷൻ സിമൻറ്റ് മോട്ടാർ 1:3. ഓക്കെ, സിമൻറ്റ് മോട്ടാർ 1:3 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് DPC ആൻഡ് സിമൻറ്റ് കോൺക്രീറ്റ് റോഡ്. ഓക്കെ, അപ്പോൾ DPCക്കും സിമൻറ്റ് കോൺക്രീറ്റ് റോഡിനുമൊക്കെ ഉപയോഗിക്കുന്ന സിമൻറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് സിമൻറ്റ് മോട്ടാർ 1:2 ആണ്. ഓക്കെ, 1:2. നെക്സ്റ്റ് ജനറൽ RCC വർക്ക് സച്ചാസ് ലിൻഡൽ, പില്ലേഴ്സ്, സ്ലാബ്, സ്റ്റെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന RCC വർക്കുകളായ ലിൻഡൽ, പില്ലറുകൾ, സ്ലാബ്, സ്റ്റെയർ ഇവയുടെ വർക്കിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സിമൻറ്റ് മോട്ടാർ പ്രൊപ്പോർഷൻ 1:3 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പാർട്ടീഷൻ വാൾ ആൻഡ് പാരപ്പറ്റ് വാൾ. ഓക്കെ, അപ്പോൾ പാർട്ടീഷൻ വാളിനും പാരപ്പറ്റ് വാളിനും സിമൻറ്റ് മോട്ടാർ ആണെങ്കിൽ 1:3ഉം ലൈം മോട്ടാർ ആണെങ്കിൽ 1:1ഉമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ വർക്ക്സ് ഫോർ വാട്ടർ ലോക്ക്ഡ് ഏരിയാസ് ആൻഡ് എക്സ്പോസ്ഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മൾ ഡാമൊക്കെ പോലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന സിമൻറ്റ് ഓർ ലൈം മോട്ടാർ, അതായത് നമ്മൾ സിമൻ്റ് ആണെങ്കിലും ലൈം മോട്ടാർ ആണെങ്കിലും 1:3 എന്ന പ്രൊപ്പോർഷനിലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് മാസ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, പേവിംഗ് ടൈൽസ്, ക്യാവിറ്റി വാൾസ്, പ്ലാസ്റ്ററിംഗ് ഓഫ് സീലിംഗ്. അപ്പോൾ ഇവയുടെയൊക്കെ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സിമൻറ്റ് മോട്ടാർ 1:4 എന്ന പ്രൊപ്പോർഷനാണ്. നെക്സ്റ്റ് സ്റ്റോൺ മാസൺറി വിത്ത് ഓർഡിനറി സ്റ്റോൺ, ബ്രിക്ക് വർക്ക്, ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇവയുടെ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ലൈം മോട്ടാർ ആണെങ്കിൽ 1:6ഉം സിമൻറ്റ് മോട്ടാർ ആണെങ്കിൽ 1:6ഉം ലൈം മോട്ടാർ ആണെങ്കിൽ 1:2 എന്ന പ്രൊപ്പോർഷനിലുമാണ്. ഓക്കെ, നെക്സ്റ്റ് തിൻ ജോയിൻറ്റ് ഇൻ ബ്രിക്ക് വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ തിൻ ജോയിൻറ്റ് ഇൻ ബ്രിക്ക് വർക്കിൽ യൂസ് ചെയ്യുന്നത് ലൈം മോട്ടാർ ആണെങ്കിൽ ലൈം മോട്ടാർ 1:3 എന്ന പ്രൊപ്പോർഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈം മോട്ടാർ 1:3 എന്ന പ്രൊപ്പോർഷനിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മോട്ടാർ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മോട്ടാറിൻ്റെ ഡെഫിനിഷനും ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാറും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന മോട്ടാറിൻ്റെ പ്രൊപ്പോർഷനുമാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു ചാപ്റ്റർ എല്ലാവരും പഠിക്കാം. അപ്പോൾ ഇത്രയും പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
താങ്ക് യു.